കെ സുദർശൻ ആണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനായ അധ്യക്ഷൻ, ചിന്തയുടെ ജനറൽ മാനേജർ ശ്രീ ഗോപി നാരായണൻ, മലയാള സിനിമയിലെയും ലോക സിനിമയിലെയും വേറിട്ട വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയായ ആദരണീയനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, എൻ്റെ ആത്മമിത്രവും ജ്യേഷ്ഠ സഹോദരനുമായ ശ്രീ എസ് ഭാസുരചന്ദ്രൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ചിന്തയുടെ എഡിറ്റർ ശ്രീ കെ എസ് രഞ്ജിത്ത്, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഷീർ മുതൽ MT വരെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ശീർഷകങ്ങളിൽ ഏറ്റവും ലളിതമായ ഒരു ശീർഷകമാണത്, ബഷീർ മുതൽ MT വരെ. എന്നാൽ ഇതിനകത്തുള്ള ശീർഷകങ്ങൾ അങ്ങനെയല്ല, എല്ലാം കാവ്യാത്മകമാണ്, എല്ലാം ചിന്താബന്ധുരമാണ്. മലയാറ്റൂർ സന്ധ്യയുടെ വേരുകൾ എന്നും സുരേന്ദ്രജ്വാലയുടെ മായകൾ എന്നും പെരുമ്പടവത്തിൻ്റെ അഭയസ്ഥാനങ്ങൾ എന്നും നീയും ഞാനും എന്ന യാഥാർത്ഥ്യം എന്നും പ്രേമപ്രഭുവായ പ്രേംനസീർ എന്നും ഒക്കെ ആ ശീർഷകങ്ങൾക്ക് പേരിടുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് ബഷീർ മുതൽ MT വരെ എന്നാണ്. ഞാനിതിലെ 11 വിഷയങ്ങളെക്കുറിച്ചും വിഷയകാരന്മാരെക്കുറിച്ചും വിശദമായി പറയുന്നില്ല. സാധാരണ ഒരു പുസ്തക പരിചയത്തിൽ പറയുന്നത് പോലെ ഓരോ ലേഖനവും ഉദ്ധരിക്കുന്നുമില്ല വിശദമായി. കാരണം ശ്രീ എസ് ഭാസുരചന്ദ്രൻ എന്ന എഴുത്തുകാരനെ, കഥാകാരനെ, നോവലിസ്റ്റിനെ, പത്രാധിപരെ, പ്രഭാഷകനെ അറിയാത്തവരാരും ഇവിടെ ഇരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് 1985 മുതലാണ്. എന്ന് പറഞ്ഞാൽ ആ പരിചയത്തിന് 40 വയസ്സായിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും എല്ലാം അതിൻ്റേതായ മികവിൽ നിലനിൽക്കുമ്പോൾ തന്നെ എന്തെഴുതിയാലും അതിലൊരു ഭാസുരചന്ദ്രൻ ടച്ച് എപ്പോഴും ഉണ്ടാവും. എന്നെ ആകർഷിച്ച, എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു ലേഖനം, നമ്മുടെ മഹാരാജാവ് നാടു നീങ്ങിയപ്പോൾ അടുത്ത ദിവസം ഒരു കുറിപ്പുണ്ടായിരുന്നു. പലതരത്തിൽ അദ്ദേഹം എഴുതും. എസ് ഭാസുരചന്ദ്രൻ എന്ന് പറഞ്ഞ് എഴുതും, ചിലപ്പോൾ SB എന്ന് മാത്രമേ എഴുതുകയുള്ളൂ. ആ പേര് സ്വീകരിക്കുന്നതിൽ നിന്ന് ആ എഴുത്തിൻ്റെ സ്വഭാവവും വ്യത്യാസപ്പെട്ടിരിക്കും. മഹാരാജാവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വളരെ വിദൂരമായ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ആക്രമണകാരികളായ രാജാക്കന്മാർ, ലോകം കീഴടക്കാൻ ആഗ്രഹിക്കുന്ന അത്യാഗ്രഹികളായ രാജാക്കന്മാർ, സ്ത്രീ ലംബടന്മാരായ രാജാക്കന്മാർ. നോക്കുമ്പോൾ നമുക്കുമുണ്ടായിരുന്നു ഒരു രാജാവ്. അദ്ദേഹത്തെ നോക്കുമ്പോൾ
നമ്മുടെ അച്ഛനെ പോലെ, മുത്തച്ഛനെ പോലെ, വീട്ടിലെ ഒരു കാരണവരെ പോലെ നമ്മളെ നോക്കി കൈകൂപ്പുന്ന രാജാവ്. ഇങ്ങനെ പോകുന്നു ആ ലേഖനം. അത് മുഴുവൻ പലതവണ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിലൊന്നായി ആ ലേഖനം നഷ്ടപ്പെട്ടതിനെ ഞാൻ ഓർക്കുന്നു. ഈ ലേഖനം ഒരാൾക്ക് വായിച്ചു കൊടുത്തതിൻ്റെ കാരണത്താലാണ് ആ ലേഖനം നഷ്ടപ്പെട്ടത്. അയാൾ പിന്നെ ആ ലേഖനവും കൊണ്ടാണ് പോയത്. അയാൾ വേറൊന്നും കൂടി ചോദിച്ചു, മുഴുവൻ പേജ് കൊണ്ടോ എന്ന് ചോദിച്ചു, പത്രത്തിൻ്റെ. അങ്ങനെ പലതും നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. പെരുമ്പടവത്തിൻ്റെ സങ്കീർത്തനം പോലെ എന്നുള്ളതിൻ്റെ എത്രയോ കോപ്പി ഞാൻ വാങ്ങിച്ചു. ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതിലെ ചില രംഗങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ടാണ്, പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ഡിക്ഷണറിയാണ്, വായിച്ചിട്ട് തരാമെന്ന്. ഇതുവരെ കിട്ടിയില്ല, വായിച്ചു തീർന്നു കാണില്ല. ഡിക്ഷണറിയല്ലേ. ഞാൻ ഇതിലേക്ക് വരുന്നു. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചോറ് വെന്തോ എന്ന് നോക്കാൻ മാത്രമുള്ള സെലക്ഷനെ നടത്തുന്നുള്ളൂ. ബഷീറിൻ്റെ കണ്ണുകളിൽ 2 തുള്ളി പ്രേമം ബാക്കിയുണ്ട്. അതിനകത്തുള്ള ഒരു വാചകമാണ്. ബാക്കി വാചകങ്ങൾ കൂടി ഞാൻ വായിച്ചാൽ അത് ചിന്തയെ ദോഷമായി ബാധിക്കും. ബഷീറിൻ്റെ കണ്ണുകളിൽ 2 തുള്ളി പ്രേമം ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അത് ബഷീറിയൻ ശൈലിയുടെ തനിയാവർത്തനമല്ല, മറിച്ച് ഇടർച്ചയില്ലാത്ത തുടർച്ചയാണ്. NN പിള്ളയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ ആവാഹനം എന്ന് പറയും, അത് മന്ത്രവാദികളുടെ കുത്തകയൊന്നുമല്ല. ആവാഹനം എഴുത്തിലുണ്ട്. NN പിള്ളയെ ആവാഹിക്കുന്നു നോക്കുക. കൊടും മുരടനായ ഒരാളെ ആവാഹിക്കുകയാണ്, വാക്കുകളിലൂടെ, എഴുത്തിലൂടെ ആവാഹിക്കുകയാണ്. സുഷിരങ്ങൾ വീണ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന ആ പുരാതന തുറമുഖത്തിൽ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിൻ്റെ കൂട്ടുകാരനാണ് ആ നാടകകൃത്ത് NN പിള്ള. എന്തൊരു ഉജ്ജ്വലമായ വാചകം. NN പിള്ള സമൂർത്തമായി അതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്നു. സാധാരണ ജീവിതത്തിൻ്റെ പ്രതാപകാലത്തെ വാഴ്ത്തുന്നവരാണ് കൂടുതലും എഴുത്തുകാർ. പ്രതാപകാലത്തിൽ NN പിള്ളയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, മരണത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയുന്നു, റീത്തുകൾക്ക് നടുവിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുവട്ടിൽ ആ മഹാനടൻ ഉറങ്ങാൻ കിടന്നു. എത്ര മനോഹരമായ ആവിഷ്കാരമാണ്. ഞാൻ NN പിള്ളയും വിടുന്നു. കാരണം ഇങ്ങനെ പോയാൽ എല്ലാവർക്കും സംസാരിക്കാനുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ വിടുന്നു. പിന്നെ വരുന്നത് K. സുരേന്ദ്രനാണ്. ജീവിതത്തിൻ്റെ മലരികളും ചുഴികളും എല്ലാം അപഗ്രഥിച്ചെഴുതിയ, മനുഷ്യ മനസ്സിൻ്റെ മായാലീലകളെ ആവിഷ്കരിച്ച K. സുരേന്ദ്രനുമായുള്ള അഭിമുഖം. ഈ അഭിമുഖം, ഓരോ അഭിമുഖത്തിനും ഓരോ ഫോർമാറ്റുണ്ട്. ഈ അഭിമുഖം ഒരു സായാഹ്ന നടത്തയിലൂടെ, ഒരു സായാഹ്ന സഞ്ചാരത്തിലൂടെ വളരെ തോളോട് തോളുരുമി നടന്നുകൊണ്ട് ചോദിക്കുകയും K. സുരേന്ദ്രൻ എന്ന മഹാനായ എഴുത്തുകാരനെ വളരെ സൂക്ഷ്മമായി അദ്ദേഹം പോലും അറിയാതെ ഒരു നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുമാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ലേഖനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിധത്തിൽ അപഗ്രഥിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ ലേഖനങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരാളെ അഭിമുഖം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും, പിന്നെ മനനം ചെയ്യും. ഈ മനനത്തിൽ ദഹനം സംഭവിക്കാത്തവയെ വീണ്ടും ഖനനം ചെയ്യും. ഖനനം ചെയ്തിട്ട് മനസ്സിൽ അടുക്കിയിട്ട് അഭിമുഖ സമയത്ത് അത് അഴിക്കും. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ അഴിച്ച് പിരുക്കും. അങ്ങനെയാണ് ഈ ലേഖനങ്ങളെല്ലാം. ഇപ്പം ഞാൻ മലയാറ്റൂരിലേക്ക് വരുമ്പോൾ ആ ലേഖനം ആരംഭിക്കുന്നത് എത്ര കാവ്യാത്മകമായിട്ടാണ്. സായം സന്ധ്യ കാണാൻ കടൽ തീരത്ത് പോകേണ്ടതില്ല, അത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ്.
സായം സന്ധ്യ കാണാൻ കടൽപ്പുറത്ത് കാറെടുത്ത് പോകുന്നവരുണ്ട്. എൻ്റെ ആവശ്യമില്ല. അത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. മനസ്സിന് ആ അവസ്ഥയില്ലാത്തവർ കടൽപ്പുറത്ത് പോയിട്ടും കാര്യമില്ല. അവർ വേറെ കപ്പലണ്ടിക്കാരനോടൊക്കെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ പോയത് കാണത്തില്ല. അപ്പോൾ മലയാറ്റൂർ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതാപ ഗോപുരങ്ങൾ കടന്ന് നേരത്തെ IAS ഉപേക്ഷിച്ച് പിന്നെ ബ്രിഗേഡിയർ കഥകൾ അനുഭവിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്ത്, ബ്രിഗേഡിയർ കഥകൾ, വിഷം വന്നു വിഷം പോയി എന്നൊക്കെ പറയുന്ന ബ്രിഗേഡിയർ കഥകൾ അനുഭവിക്കുകയും ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ സായാഹ്നത്തിൻ്റെ, ജീവിത സായാഹ്നത്തിൻ്റെ ഒരു ചിത്രം എത്ര മനോഹരമായിട്ടാണ് അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയും, മലയാറ്റൂരിൻ്റെ വീട്ടിലേക്ക് കരമനയാറിൽ നിന്ന് സായന്തനങ്ങളിൽ ഏകാന്തത കയറി വരുമായിരുന്നു. പകലുകളിലും, വിരസമായ പകലുകളിലും കരമനയാറിൽ നിന്ന് ഏകാന്തത ഇങ്ങനെ കയറി വരുമായിരുന്നു. അത് അവസാനിപ്പിക്കുന്ന വരികൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. പച്ചപ്പിൽ ചൂഴ്ന്ന് ഒറ്റപ്പെട്ട് കാണപ്പെട്ടിരുന്ന വൈദേഹി ഇന്നില്ല. വൈദേഹി എന്നാണ് ആ വീടിൻ്റെ പേര്. പച്ചപ്പിൽ ചൂഴ്ന്ന് ഒറ്റപ്പെട്ട് കരമനയാറിൻ്റെ തീരത്ത് ഉണ്ടായിരുന്ന വൈദേഹി ഇന്നില്ല. അത് വാങ്ങിയ വ്യവസായി അദ്ദേഹത്തിൻ്റെ എഴുത്തുപുര അഴിച്ചു പണിതു. ടച്ചിങ്ങാണ്. മലയാറ്റൂരിൻ്റെ എഴുത്തുപുര വാങ്ങിച്ച വ്യവസായി അഴിച്ച് പണിഞ്ഞു. അദ്ദേഹത്തിന് അവിടെ കിടന്ന ഡെസ്കും ബെഞ്ചും പുസ്തകങ്ങളും ഒന്നും അത്ര ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അദ്ദേഹം അത് അഴിച്ചു പണിതു. കരമനയാറിലേക്ക് കിന്നാരം പറയുവാൻ മഴ വരുമ്പോൾ, ഇതാ വീണ്ടും മഴ വരുന്നു. കരമനയാറിനോട് കിന്നാരം പറയുവാൻ മഴ വരുമ്പോൾ, പ്രിയപ്പെട്ട മലയാറ്റൂർജി, അങ്ങയെ ഞാൻ ഓർമ്മിക്കുന്നു. എത്ര സുന്ദരമായ, എത്ര ചേതോഹരമായ, എത്ര കാവ്യാത്മകമായ, എത്ര ബിംബസുന്ദരമായ ആവിഷ്കാരം. മലയാറ്റൂരിനെയും ആ മലയാറ്റൂർ ഓർമ്മയെയും ഞാൻ വിടുകയാണ്. പെരുമ്പടവത്തെക്കുറിച്ച് പറയുമ്പോൾ, പെരുമ്പടവത്തിൻ്റെ അഭയം സിനിമയാക്കിയപ്പോൾ ആ സിനിമ വേണ്ടത്ര വിജയിച്ചില്ല. എന്ന് വന്നപ്പോൾ പലരും അദ്ദേഹത്തോട് അത് നോവലിൻ്റെ കുഴപ്പമാണെന്നുള്ള വിധത്തിലൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ നോവൽ അവിടെ തന്നെ ഉണ്ടാവും. ഉറപ്പിച്ചു പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് ഈ ലേഖനത്തിലല്ലാതെ എവിടെയും കാണാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അപൂർവതകൾ ആണ് ഈ രചനയുടെ പ്രത്യേകത. ഇതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഒരു ബോറൻ അഭിമുഖങ്ങളുടെ ആവിഷ്കാരമല്ല, അതിൻ്റെ സമാഹാരമല്ല. അത് മഹത്തായ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ജീവിത പരിസരങ്ങളിലും സർഗപരിസരങ്ങളിലും സഞ്ചരിച്ച് അതിൽ നിന്ന് അരിച്ചെടുത്തവയാണ്, അതിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്തവയാണ്. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ ചാക്കാല കാണാൻ കാത്തിരിക്കുന്ന കുറേ ആളുകൾ എന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതിന് ചാക്കാല എന്ന് തന്നെ പറയണം. ചിലതൊക്കെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. വേറെ ഏത് ഭാഷയിൽ പറഞ്ഞാലും ആ എഫക്റ്റ് കിട്ടില്ല. സത്യസന്ധമാണ് നമ്മുടെ ഭാഷ. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ബ്ലഡ് ക്ലോട്ട് ചെയ്തു എന്നുള്ളതിന് പറയുകയാണ്, രക്തം ചത്ത് കിടക്കുന്നു സാർ. രക്തം ആത്മഹത്യ ചെയ്തു. എന്തൊരു നല്ല പ്രയോജനമാണ്. ഈ ചിലരെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒന്നേന്ന് തുടങ്ങുമല്ലോ. അതിന് കൊല്ലത്തും ആലപ്പുഴയും നമ്മുടെ മറ്റ് 13 ജില്ലകളിലും എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പറയും അഴിച്ചാം കുഴിച്ചാം ഒന്നേന്ന്. അതാണ് തിരുവനന്തപുരം ഭാഷ. അപ്പോൾ അതിൻ്റെ ചാക്കാല കാണാൻ കാത്തിരുന്നവരോട് അവർക്ക് കിട്ടിയ ഏറ്റവും ശക്തമായ മെഡിക്കൽ ബുള്ളറ്റിനാണ് ഒരു സങ്കീർത്തനം പോലെ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. OV വിജയൻ മരിച്ചപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയോട് ചിലർ ചോദിച്ചു, പത്രക്കാരി വന്നിട്ട് ചോദിച്ചു, എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, OV വിജയൻ
മലയാള ഭാഷ ഉള്ളിടത്തോളം നിലനിൽക്കും. മലയാള ഭാഷ ഇനി ഒരു 20 കൊല്ലം കൂടെ നിലനിൽക്കും. ആ 20 കൊല്ലം തികയുന്ന സമ്മേളനത്തിൽ, ശാന്തിഗിരിയിൽ നടന്ന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ മുഖ്യപ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു, ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മാവ് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, ഇന്ന് 20 വർഷം തികയുകയാണ്, മലയാള ഭാഷ തുടരുന്നു. അപ്പോൾ പെരുമ്പടവത്തിൻ്റെ അഭയസ്ഥാനങ്ങൾ എന്ന ആ ലേഖനത്തിൽ പെരുമ്പടവത്തിൻ്റെ ജീവിത സമസ്യകളെക്കുറിച്ചും ജീവിത നൊമ്പരങ്ങളെക്കുറിച്ചും അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. മാധവിക്കുട്ടി ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട, വിവാദങ്ങളുടെ മലരിയിലും ചുഴിയിലും പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി അഥവാ കമലാദാസ് അഥവാ കമലാസുരിയ, അങ്ങനെയൊക്കെ വേണ്ടി വന്നവർക്ക്. ചെറുകാട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിലെ മുരിങ്ങച്ചവടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലോകം കാണുന്നത്. ചില എഴുത്തുകാർ മുരിങ്ങച്ചവടിൽ നിന്നുകൊണ്ട് അന്റാർട്ടിക്കയും സൗത്ത് അമേരിക്കയും എല്ലാം കാണുകയാണ്. മാധവിക്കുട്ടി ലോകം മുഴുവൻ കണ്ടെങ്കിലും അവർ ഓർമ്മകളുടെ നിർമാതള പൂക്കളുടെ ഇടയിലേക്ക്, ആ പൂക്കളുടെ സുഗന്ധ മധ്യത്തിലേക്ക് എപ്പോഴും തിരിച്ചു വരികയും അതിനെ പാടി പുകഴ്ത്തുകയും അതിനെ എഴുതി പൊലിപ്പിക്കുകയും അങ്ങനെ ഗൃഹാതുര സാഹിത്യം എന്ന സാഹിത്യത്തെ പരിപോഷിപ്പിക്കുകയും വേണ്ടതിലേറെ ലാളിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത എഴുത്തുകാരി. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, മാധവിക്കുട്ടിയുടെ ഗൃഹാതുരത മുഴുവൻ മാറ്റിവെച്ചാലും, മാധവിക്കുട്ടി എഴുതിയ ഗൃഹാതുര സാഹിത്യം മുഴുവൻ മാറ്റിവെച്ചാലും മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി എല്ലാ ധവളിമയോടെയും അവിടെ ഉണ്ടാവും. അതാണ് അദ്ദേഹം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. അഭിമുഖം എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരം മാത്രമല്ല. ഈ എൻ്റെ കഥ എന്ന് പറയുന്ന അവരുടെ ആത്മകഥയുണ്ടല്ലോ, ആ ആത്മകഥ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തു. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നവർ അത് വായിച്ചു. ഒരു എഫക്റ്റും ഉണ്ടായില്ല, ഒരു ചലനവും ഉണ്ടായില്ല. ഇവിടെ കൊടുമ്പിരി കൊണ്ടു നമ്മളത് വായിച്ചിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ പുസ്തകം വായിച്ചപ്പോൾ, ആത്മകഥയുടെ ഉടുത്തുകെട്ടോടെ വന്ന ഈ പുസ്തകം വായിച്ചപ്പോൾ അത് വെറും കണങ്കാൽ കാഴ്ച മാത്രമായിരുന്നുവെന്ന് നോക്കണം. ആ പ്രയോഗം കണങ്കാൽ കാഴ്ച മാത്രമായിരുന്നുവെന്ന് എന്തുകൊണ്ട് മലയാളി അറിയാതെ പോയി? അടുത്ത വാചകം കുറെ കൂടി വീര്യം കൂടിയതാണ്. ആ കുടുംബിനിയുടെ മുഴുവൻ ചർമ്മത്തിൽ നിന്നും ഉടുവസ്ത്രം മാറ്റിയ അനുഭവം മലയാളിക്ക് എങ്ങനെ ഉണ്ടായി? ചെറിയ ചോദ്യമല്ല. ഇതിനേക്കാൾ ആ ചോദ്യം കണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഭാഷ കണ്ടോ? ആ ഭാഷയുടെ മൂർച്ച കണ്ടോ? അതിൻ്റെ സൗന്ദര്യം കണ്ടോ? അതിൻ്റെ ആഴം കണ്ടോ? അത് ഉയർത്തുന്ന കരുത്താർജിച്ച കൊടുങ്കാറ്റ് കണ്ടോ? അങ്ങനെയാണ് അദ്ദേഹം എഴുതിപ്പോയിരിക്കുന്നത്. ഇനി അടൂർ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ 5ാമത്തെ സിനിമയായ അനന്തരവും കഴിഞ്ഞ് അനന്തരം എന്ത് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ചെല്ലുന്നത്. അദ്ദേഹം കൂടി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹമാണ് ആ ലേഖനം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ 30കളുടെ അപ്പുറം നിൽക്കുന്നവർക്കും ഇപ്പുറം നിൽക്കുന്നവർക്കും അടൂർ എന്ന് പറയുന്ന ഭിന്ന വ്യക്തിത്വത്തിൻ്റെ ശൃംഗൗന്നത്യം മനസ്സിലാവും. അതിൽ KPSC ലളിതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം അന്ന് വായിച്ചപ്പോഴേ എനിക്ക് ഓർമ്മയുള്ളതാണ്. ഞാനിതെല്ലാം നേരിട്ട് പത്രത്തിൽ നിന്ന് വായിച്ച ഒരാളാണ്, പുസ്തകത്തിൽ നിന്ന് പിന്നെയാണ് വായിച്ചത്. അപ്പോൾ നേരത്തെ വായിച്ചതെല്ലാം ഉണർന്നു വരികയായിരുന്നു. പഴയ ഈ വാൽവുള്ള റേഡിയോ നിങ്ങൾ കണ്ടിരിക്കും. മർഫി എന്നും ഫിലിപ്സ് എന്നൊക്കെ പറയുന്ന റേഡിയോ ഇന്നത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെക്കാളും ശക്തമായിട്ട് അതിൽ വാൽവൊക്കെ കത്തുകയും ചില വാൽവുകൾ കത്താതിരിക്കുകയും ഒക്കെ ആയിട്ട് വലിയ സംഭവമായിരുന്നു. എൻ്റെ വീട്ടിൽ റേഡിയോ കൊണ്ടുവന്നതിൻ്റെ ഒന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മ ഇരുന്നാണ് അത് കണ്ടത്.
റേഡിയോയുടെ മുമ്പേ. അപ്പോൾ അതുപോലെ ഇത് വായിച്ചപ്പോൾ ഒരുപാട് വാൽവുകൾ എനിക്ക് കത്താതിരുന്ന പല വാൽവ് അതിൻ്റെ കൂടെ കത്തി. എന്ന് പറഞ്ഞാൽ അതിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്? KPSC ലളിതയുടെ ശബ്ദം. കാരണം മതിലുകളിൽ KPSC ലളിത ഇല്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. KPSC ലളിതയുടെ ശബ്ദം നമ്മുടെ എല്ലാം വീട്ടിലെ സഹോദരിമാരുടെ ശബ്ദമല്ലേ, നമ്മുടെ വീട്ടിലെ ശബ്ദമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എത്രമാത്രം ആ നടി നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കഥ ഈ ലേഖനം വായിക്കുന്നവരുടെ മനസ്സിൽ മതിലുകൾക്കപ്പുറത്ത് ബഷീറും മതിലുകൾക്കിപ്പുറത്ത് അടൂറും പിന്നെ ആ ഉയർന്നു പൊങ്ങുന്ന അപ്രസക്തമായി മാറുന്ന ആ ചുള്ളിക്കമ്പും അവശേഷിക്കും എന്ന കാര്യത്തിൽ മാറ്റമില്ല. ഇനിയുള്ളത് പ്രഭുവായ പ്രേംനസീറാണെന്ന് തോന്നുന്നു. പ്രേംനസീറിനെ കുറിച്ച് അദ്ദേഹം ലൈവ് ടെലികാസ്റ്റ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാൽ നമ്മളാണ് ഇൻ്റർവ്യൂ ചെയ്തതെന്ന് തോന്നുന്നു. കാരണം പ്രേംനസീർ നമ്മുടെ സ്വന്തം ആളാണല്ലോ, നമ്മൾ തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തെന്ന് തോന്നുന്നു. ലൈവ് ടെലികാസ്റ്റാണ്. ഈ പ്രേംനസീർ നിത്യഹരിത നായകൻ എന്ന ഒരു മുദ്രാവാക്യം പോലെ നമ്മൾ വിളിച്ച പ്രേംനസീർ, അദ്ദേഹത്തിന് ഒരുപാട് നിലപാടുകളുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ടായിരുന്നു. മതത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച് എല്ലാം വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിലൊരു ചോദ്യമുണ്ട്. എന്താണ്? നമ്മുടെ ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹം നവഭാരത വേദിയായിട്ട് നടക്കുന്ന കാലം നവഭാരത വേദിയെക്കുറിച്ച് എന്ത് പറയുന്നു? അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് നസീറിയൻ ജോക്കാണത്, ഹ്യൂമറാണ്. അദ്ദേഹം പറയുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേണോ? ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഒരു തൈര് കട നടത്തിയാൽ മതി. പണ്ടൊക്കെ ആളുകൾ ഈ വലിയ പ്രമാണികളൊക്കെ വീട്ടിൻ്റെ വെളിയിൽ തൈരല്ല മോരായിട്ട്, തൈര് മുതലാവില്ല, മോരാക്കി കൊടുക്കുമായിരുന്നു. സമയം കഴിയുന്തോറും മോര് കൂടുതൽ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്ന ഒരു തൈര് കട നടത്തിയാൽ പോരെ, ഒരു തൈര് മുതലാളിയായിട്ട് കഴിഞ്ഞാൽ പോരെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്ന് ചോദിക്കുന്ന നസീർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ തിരക്കുള്ള നാളുകളിലെ പ്രശ്നങ്ങൾ എല്ലാം അനാവരണം ചെയ്യുന്ന ഒരു ലേഖനമാണത്. നസീറിൻ്റെ അവസാന കാലം, തിരക്ക് കുറഞ്ഞ കാലത്ത് അദ്ദേഹം അനുഭവിച്ച അന്തർസംഘർഷങ്ങൾ നസീറിന് മാത്രമേ അറിയാവൂ. പിന്നെ സലിൻ മങ്കുഴിക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആനന്ദലീലയിൽ അതെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നസീറിനെ കുറിച്ചുള്ള ലേഖനം കഴിയുമ്പോഴാണ് നമ്മൾ MTയിലേക്ക് വരുന്നത്. എന്ത് നേടുമ്പോഴും നമ്മളൊന്നും നേടുന്നില്ല എന്ന് പറയുകയും ജ്ഞാനപീഠം നേടുകയും എല്ലാം ചെയ്ത MTയിലേക്ക് വരുമ്പോൾ MTയോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ കാലം മുമ്പാണ്. ആ ചോദ്യങ്ങളെല്ലാം കർശനമായ ചോദ്യങ്ങളായിരുന്നു. MTയോട് അങ്ങനെ ആരും ചോദ്യമൊന്നും ചോദിക്കത്തില്ല. നമ്മളിവിടുന്ന് പത്മരാജൻ്റെ ഒരു എഴുത്തുമായി ഒരാൾ MTയെ കാണാൻ പോയി. സിനിമാ രംഗത്തോ എഴുത്തിൻ്റെ രംഗത്തോ ഒക്കെ സഹായം കിട്ടാൻ വേണ്ടിയാണ്. അയാൾ തിരിച്ചു വന്നത് 3 മൂളലുകളുമായിട്ടാണ്. അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, പത്മരാജ സാറിൻ്റെ എഴുത്താണ്, ഇവിടെ തരാൻ പറഞ്ഞു. പിന്നെ ഒന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാറിൻ്റെ സിനിമ ആദ്യകാല സിനിമ പോലെയായിരുന്നു, ഒന്നുമില്ല. അവസാനം ഇയാൾ കാല് കഴിച്ചപ്പോൾ ചോദിച്ചു, അപ്പം ഞാൻ അങ്ങോട്ട് ഒരു ഉമ്മും ഒരു ആയും ഒരു ഓയുമായിട്ട് അയാൾ തിരിച്ചു വന്നു. അതാണ് MT എന്ന് ഓർക്കണം. MTയോട് ചോദിക്കുന്നു, ഫസ്റ്റ് ചോദ്യം നമസ്തേ എന്ന് ചോദിക്കുന്നു. അങ്ങയുടെ കഥകളിൽ ഒരുപാട് അയാൾ വരുന്നുണ്ട്. അയാൾ ഇത് അങ്ങയുടെ വേറൊരു പേരാണോ? ഷാർപ്പാണ് ചോദ്യം. അയാളെന്നും കൂടെ പേരുണ്ടോ? MT കുതറുകയാണ്. MTക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്നില്ല. അടുത്ത ചോദ്യം, കന്യാകുമാരി എന്ന് പറഞ്ഞാൽ പോരെ?
3 സമുദ്രങ്ങൾ കൈകോർത്ത് പിടിച്ച് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. MT പതറുകയാണ്, പറയാൻ പറ്റുന്നില്ല. പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കന്യാകുമാരി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം മാത്രമായി പോവില്ലേ, മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠിച്ചിട്ടാണ് പോകുന്നത്. പണ്ട് ഒരു വലിയ നാടകകൃത്തിൻ്റെ മകൻ, അറിയപ്പെടുന്ന നാടകകൃത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്ന നടൻ ഇൻ്റർവ്യൂ ചെയ്യാനൊരു പെൺകുട്ടി ചെന്നു. ഒന്നും മനസ്സിലാക്കാതെ ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞ് ചെന്ന് എന്തൊക്കെയോ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ പുള്ളി അകത്താവേണ്ടതാണ് തുടർന്നുള്ള രംഗങ്ങൾ. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോന്നുമല്ല, അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പെട്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? കേരളം അറിയപ്പെടുന്ന നാടകകൃത്താണ്. പുള്ളി പറഞ്ഞു, മിടുക്കനായ മകൻ പറഞ്ഞു, നർമ്മരസികനായ മകൻ പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു തട്ടുകട കണ്ടില്ലേ? കണ്ടായിരുന്നു? കണ്ടു. അവിടെ നിന്ന് ചായ അടിച്ചുകൊണ്ടിരിക്കുന്നു. അത് എഴുതി പിടിപ്പിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെയല്ല. ഈ ഖനനം ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് 2-ാം ഊഴത്തിൽ ദ്വാരകയുടെ നാശം, അവിടെ ജലം നിശ്ചലമായി കിടന്നു എന്ന് അങ്ങ് എഴുതിയിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് ആ യുഗത്തിൽ നടന്ന സംഭവം എങ്ങനെ എഴുതി? എനിക്ക് പറഞ്ഞു അത് പണ്ട് കണ്ണൂർ കടപ്പുറത്ത് ഒരു ഭക്തനായി മുങ്ങി കിടന്നപ്പോൾ അതിന്റെ മുകളിൽ ജലം നിശ്ചലമായി കിടന്നു. അത് വെച്ച് എന്ന് പറഞ്ഞാൽ മറുപടി പറയാതിരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ മറുപടി പറയാതിരിക്കാനാവില്ല. കേരളത്തിൽ 90 പ്രഭാഷണങ്ങളെ കുറിച്ച് മൈക്കിന് വേണ്ടി ഒരു പ്രഭാഷകന്മാരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരമ്പരയ്ക്ക് അദ്ദേഹം പത്രാധിപരായിരിക്കുമ്പോൾ എനിക്ക് അനുവാദം നൽകുകയും പ്രഭാഷകന്മാരെ പോയി കാണുകയും അവരെ ഇന്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ MV രാഘവനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി. MV രാഘവനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങയുടെ MV രാഘവൻ പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ആൾ കൂടും. ഒരുപാട് തന്ത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്. ചോദ്യോത്തരമുണ്ട്. അദ്ദേഹം തന്നെ ചോദിക്കുന്നു, ശബ്ദം മാറ്റി ഉത്തരം പറയുന്നു, വീണ്ടും ചോദിക്കുന്നു, ശബ്ദം മാറ്റി ഉത്തരം പറയുന്നു, എന്നിട്ട് അവസാനം EMS പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കലും പറയാത്ത ഒരു ഉത്തരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത് പോലെ പറയിച്ച് കയ്യടി വാങ്ങിച്ച് ആളെ കൂട്ടുന്ന MV രാഘവനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ പ്രഭാഷണ ഓർമ്മകളിൽ സ്ട്രൈക്ക് ചെയ്ത ഏതെങ്കിലും സംഭവമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങ് ഈ പ്രഭാഷണത്തിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങ് സ്വാധീനിച്ച ഏതെങ്കിലും പ്രഭാഷകന്മാരുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് പറഞ്ഞത്. സാർ എനിക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ ആകെ എഴുതിയത് അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ പറഞ്ഞു അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് സുദർശനം തോന്നുന്നു. അതിന് ഇവിടുത്തെ ശീർഷകമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രഭാഷണ കലയിലെ രാവണ സൗന്ദര്യം. അതിലുണ്ട് പ്രതിഷേധമില്ല. എങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ കുഞ്ഞനമുക്കലിന്റെ ഉത്തരമാണത്. പ്രഭാഷണ കലയിലെ രാവണ സൗന്ദര്യം. ഒരു കലയിൽ ഒരാൾക്ക് രാവണ സൗന്ദര്യം എന്നൊക്കെ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ ലേഖനങ്ങൾ വായിക്കണം. ചിന്ത ചെയ്യുന്നത് വലിയൊരു സാംസ്കാരികമായ ഏറ്റവും മുഖ്യമായ കാര്യമാണ്. അതിന്റെ ഉത്തരവാദിത്വപ്പെട്ടവരെ എല്ലാം മനസ്സിലാക്കിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ഇത് വായിക്കണം. ഇതിൽ എഴുത്തുകാരുടെ കാണാപ്പുറങ്ങളെ കുറിച്ച്, എഴുത്തിന്റെ പുറംകടലിലുള്ള ആഴത്തിലുള്ള അറിവുകളെ കുറിച്ച് ഗഹനമായ അതിഗഹനമായ എന്നാൽ കാവ്യാത്മകമായ ചിന്താബന്ധിതമായ കുറെ അറിവുകളുടെ മേഘപാണികൾ. അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പുസ്തകത്തിനെല്ലാം ഐശ്വര്യങ്ങളുണ്ടാകട്ടെ, എല്ലാം പ്രചരിച്ച് അതിലെല്ലാം നന്മകളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യുന്നു.